രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാരായണീയമാണ്, 10ാമത്തെ ശ്ലോകമാണ്. അങ്ങനെ 1ാമത്തെ ദശകം അവസാനിക്കുകയാണ്. ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് എല്ലാ തിങ്കളാഴ്ചയും കൃത്യം 3 മണിയാകുമ്പോൾ ഗുരുവായൂരപ്പനും രാധാറാണിയും അനുഗ്രഹിച്ചാൽ നാരായണീയം നിങ്ങളുടെ കൈകളിൽ വന്നു ചേർന്നിരിക്കും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണൻ്റെ രാധാറാണിയുടെ കഥ, നിങ്ങളുടെ രാധയുടെ പ്രണയം എന്ന പേരിൽ നിങ്ങളുടെ കൈകളിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് എത്തിച്ചേരും. അത് 79 എപ്പിസോഡായി. ഇപ്പം നിങ്ങൾ തുടർന്ന് കാണുക. ആദ്യം തൊട്ടുള്ളത് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് പതുക്കെ കണ്ടുവരിക. എല്ലാ വ്യാഴാഴ്ചയും എല്ലാ ബുധനാഴ്ചയും നിങ്ങളുടെ കയ്യിൽ ശ്രീബുദ്ധൻ, സാക്ഷാൽ ശ്രീബുദ്ധൻ്റെ ജീവിത കഥ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്തതും എന്നാൽ കേട്ടിട്ടുള്ളതുമായ ബുദ്ധനെക്കുറിച്ചുള്ള കഥകൾ നിങ്ങളുടെ മുന്നിൽ ബുധനാഴ്ച എത്തും. വ്യാഴാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് അഷ്ടപതി എത്തും. വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ ശ്രീബുദ്ധൻ്റെ ധർമ്മപദം ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ, ഉച്ചയ്ക്ക് 3 മണിയാകുമ്പോൾ നിങ്ങളുടെ കൈകളിൽ എത്തിയിരിക്കും. അപ്പം നമുക്ക് ദൈവത്തെ സ്മരിച്ചുകൊണ്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. നമ്മുടെ മാതാവ് രാധാറാണിക്ക് ജയ്. നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന നമ്മുടെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. നമ്മളെ സർവ്വ ആപത്തുകളിൽ നിന്നും രക്ഷിച്ച് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന, പാപങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ 10ാമത്തെ ശ്ലോകം നമ്മുടെ കല ടീച്ചർ അതിമനോഹരമായി പാടുന്നത് നിങ്ങൾ കേട്ടോളൂ. ഐശ്വര്യം ശങ്കരാധീശ്വരവിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാസദാ ശ്രീരഖിലവിദസി ന
ക്വാപി തേ സംഗവാർത്താ തദ്വാതാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. അപ്പോൾ നമ്മുടെ കല ടീച്ചർ ഇത് മനോഹരമായി പാടിയത് നിങ്ങൾ കേട്ടല്ലോ. ഇനി ഞാനത് വായിച്ചു തരാം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജ സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈച്ഛോപഗീതം അംഗാ സംഘാ സദാ ശ്രീരഖില വിദസി ന ക്വാപീതേ സംഘവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോ അസി. അർത്ഥം എഴുതിക്കോ. ഐശ്വര്യം സമം ഈശ്വരത്വം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ അനുഗ്രഹം. ഐശ്വര്യം സമം ഈശ്വരത്വം, യഥാർത്ഥ ഈശ്വരൻ. അതപ്പോൾ അർത്ഥം അങ്ങനെ എഴുതിയാൽ മതി. ഈശ്വരത്വം. ഈശ്വരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള സകലർക്കും എന്തും കൊടുക്കാൻ കഴിവുള്ളതെന്നർത്ഥം. അടുത്തത് ശങ്കരാദീശ്വര. ശങ്കരാദീശ്വര സമം ശിവൻ തുടങ്ങിയ ഈശ്വരന്മാരെ. ശിവൻ തുടങ്ങിയ ഈശ്വരന്മാരെ. വിനിയമനം. വിനിയമനം സമം നിയമിക്കൽ. അർത്ഥം എഴുതിക്കോ. വിനിയമനം നിയമിക്കൽ. വിശ്വതേജോ ലോകത്തിൻ്റെ തേജസ്. വിശ്വതേജോ ലോകത്തിൻ്റെ തേജസ്സിനെ. ഹരാണാം. ഹരാണാം ഇല്ലാതാക്കുന്നവരുടെ. ഹരാണാം അർത്ഥമെഴുത് ഇല്ലാതാക്കുന്നവരുടെ. ഇനി തേജ സംഹാരി. അർത്ഥം എഴുതിക്കോ. തേജസ്സിനെ സംഹരിക്കുന്നത്, ഇല്ലാതാക്കുന്നത്. അടുത്തത് വീര്യം. അർത്ഥം ശക്തി. വിമലമപി പരിശുദ്ധമാണെങ്കിലും. വിമലമപി പരിശുദ്ധമാണെങ്കിലും. യശോ യശസ്സിന് അല്ലെങ്കിൽ കീർത്തിക്ക്. അർത്ഥം എഴുതുന്നുണ്ടല്ലേ. അടുത്തത് നിസ്പൃഹൈച്ഛോപഗീതം. നിസ്പൃഹൈച്ഛോ. നിസ്പൃഹൈച്ഛോ എന്ന് പറഞ്ഞാൽ യാതൊരാഗ്രഹങ്ങളുമില്ലാത്ത. അപ്പം നിസ്പൃഹൈച്ഛോപഗീതം യാതൊരാഗ്രഹവും ഇല്ലാത്തവരാൽ പോലും പാടപ്പെടുന്നു. ഗീതം പാടപ്പെടുന്നു. അപ്പം യാതൊരാഗ്രഹങ്ങളും ഇല്ലാത്തവരും ഭഗവാനെ സ്തുതിച്ചു പാടുന്നു. അപ്പം നിസ്പ്രൈഹേച്ഛോപ. നിസ്പ്രൈവേഹച്ചോപ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? യാതൊരാഗ്രഹങ്ങളും ഇല്ലാത്ത ഗീതം പാട്. അപ്പം നിസ്പൃഹൈച്ഛോപ ഗീതം ചേർത്തെഴുതുമ്പോൾ അങ്ങനെ. ഞാൻ നേരത്തെ പിരിച്ചു പറഞ്ഞതാണ്. നിസ്പൃഹൈച്ഛോപ ഗീതം യാതൊരാഗ്രഹവും ഇല്ലാത്തവരാൽ പോലും അങ്ങ് കീർത്തിക്കപ്പെടുന്നു, പാടപ്പെടുന്നു എന്നാണ് അർത്ഥം. ഇവിടെ പാടുക എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രശസ്തിയെ വാഴ്ത്തുക. അംഗസംഘ. അംഗസംഘ ശരീരത്തോട് ചേരാനുള്ള താല്പര്യം. ശരീരത്തോട് ചേരാനുള്ള അംഗം ശരീരം, സംഘം ചേരുക. സദാ എപ്പോഴും. ശ്രീ ലക്ഷ്മി ദേവി. അഖില വിദസി. അഖില വിദസി എഴുത്. സർവവും അറിയുന്നവനാണ്. സർവവും അറിയുന്നവനാണ്. നക്വാബി. നക്വാബി അർത്ഥം എഴുത്. ഒന്നിലുമില്ല. നക്വാബി ഒന്നിലുമില്ല. സംഘവർത്ത. സംഘവർത്ത ആസക്തിയുടെ അംശം. സംഘവർത്ത ആസക്തിയുടെ അംശം. അടുത്തത് തത്. തത് അങ്ങനെയുള്ള. അങ്ങനെയുള്ള. വാദാകാരവാസിൻ. വാദാകാരവാസിൻ ഗുരുവായൂരപ്പ. വാദാകാരവാസിൻ അർത്ഥം ഗുരുവായൂരപ്പ. അടുത്തത് മുരഹര. മുരൻ എന്ന അസുരനെ നശിപ്പിച്ചവനെ. അർത്ഥം മുരഹര. മുരൻ എന്ന അസുരനെ നശിപ്പിച്ചവനെ, അതായത് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ. ഭഗവത് ശബ്ദ. ഭഗവാൻ എന്ന ശബ്ദത്തിന്. ഭഗവാൻ എന്ന ശബ്ദത്തിന്. മുഖ്യാശ്രയോ അസി. മുഖ്യ ആശ്രയോ അസി. മുഖ്യമായി ആശ്രയിച്ചിരിക്കുന്നു. മുഖ്യമായി ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും അർത്ഥം എഴുതിയല്ലോ.
അപ്പോൾ പോസ് ചെയ്ത് എടുത്താൽ മതി. ഞാൻ അല്പം സ്പീഡിന് പറഞ്ഞെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഒന്നാമത്തെ വരിയിലേക്ക് കടക്കാം. അപ്പം ഞാൻ നല്ല വിശദമായിട്ട് നിങ്ങൾക്കെല്ലാം വിവരിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് ആ 10ാമത്തെ ശ്ലോകത്തിൻ്റെ മൊത്തം അർത്ഥം പറഞ്ഞതിന് ശേഷം ഓരോ വരിയായിട്ടെടുത്ത് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ മുഴുവൻ അർത്ഥം, ആ ശ്ലോകത്തിൻ്റെ മുഴുവൻ അർത്ഥമാണ്: ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഐശ്വര്യം അപാരമാണ്. ആ ഐശ്വര്യം കൊണ്ട് ശിവൻ തുടങ്ങിയ ദേവന്മാരെ പോലും നിയന്ത്രിക്കുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്. അങ്ങയുടെ വീര്യം അപാരമാണ്. ഈ ലോകത്തിൻ്റെ തേജസ്സിന് എന്തെങ്കിലും ഒരു ഭംഗം വരുത്താൻ ആര് ശ്രമിച്ചാലും അവരുടെ തേജസ്സിനെ മുഴുവൻ അങ്ങ് നശിപ്പിക്കുന്നു. യാതൊരു ആഗ്രഹങ്ങളുമില്ലാത്ത മുനിമാര് പോലും അങ്ങയെ പ്രശംസിച്ചുകൊണ്ട് ഗീതങ്ങൾ രചിക്കുന്നു, പാട്ടുകൾ പാടുന്നു. സകലർക്കും ഐശ്വര്യം നൽകുന്ന സാക്ഷാൽ ലക്ഷ്മി ദേവി എപ്പോഴും അങ്ങയുടെ മാറിടത്തിൽ ഇങ്ങനെ വിലസുകയാണ്. അങ്ങയുടെ മാറിടമാണ് ലക്ഷ്മി ദേവിയുടെ ആശ്രയസ്ഥാനം. ഈ പ്രപഞ്ചത്തിലെ യാതൊന്നിനോടും അങ്ങേക്ക് ഒട്ടലില്ല, ആസക്തിയില്ല. ഈ പ്രപഞ്ചത്തിലെ ഒന്നിനോടും യാതൊരു തരത്തിലുള്ള ഒട്ടലുമില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഭഗവാൻ എന്ന ശബ്ദത്തിന് അർഹൻ അങ്ങാണ്. അതായത് ഗുരുവായൂരപ്പനെ മാത്രമേ ഭഗവാൻ എന്ന് വിളിക്കാവൂ. മറ്റുള്ളവരാരും ഭഗവാന്മാരല്ല, ദേവന്മാരാണ് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ മുഴുവൻ അർത്ഥം. ഇനി നമുക്ക് ഒന്നാമത്തെ വരിയിലേക്ക് കിടക്കാം. ഐശ്വര്യം, അതായത് ഈശ്വരത്വം. ശങ്കരാദീശ്വര, ശിവൻ തുടങ്ങിയ ഈശ്വരന്മാരെ. വിനിയമനം, അവരെപ്പോലും നിയമിക്കുന്നത്. വിശ്വതേജോ, നിയമിക്കുന്നത് ഭഗവാനാണ്. വിശ്വതേജോ, ഈ ലോകത്തിൻ്റെ തേജസ്സിനെ. ഹരാണാം, ഇല്ലാതാക്കുന്നവരുടെ. അതായത് എന്താണ് ഒന്നാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഐശ്വര്യം അപാരമാണ്, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കില്ല. ശിവൻ തുടങ്ങിയ ഈശ്വരന്മാരെ പോലും നിയന്ത്രിക്കുന്നത് അങ്ങാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങയുടെ വീര്യമാകട്ടെ ഈ ലോകത്തിൻ്റെ തേജസ്. ആ തേജസ്സിനെ ആരില്ലാതാക്കാൻ നോക്കിയാലും അവരെയൊക്കെ നശിപ്പിക്കുന്ന വീര്യമാണ് ഭഗവാനെ അങ്ങേക്കുള്ളത്. അതായത് ഒന്നാമത്തെ വരിയുടെ അർത്ഥം, ഭഗവാന്റെ ഐശ്വര്യം വളരെ വലുതാണ്. ആ ഐശ്വര്യം കൊണ്ട്, അതായത് ശക്തി കൊണ്ട് ശിവൻ, ബ്രഹ്മാവ് തുടങ്ങിയ സകല ദേവന്മാരെയും നിയന്ത്രിക്കുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് എന്നു മാത്രവുമല്ല, സൃഷ്ടിയുടെ ചുമതല ബ്രഹ്മാവിനെ ഏൽപ്പിച്ചത് ഗുരുവായൂരപ്പനാണ്. സംഹാരത്തിൻ്റെ ചുമതല ശിവനെ ഏൽപ്പിക്കുന്നതും ആരാണ്? സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്. ഗുരുവായൂരപ്പനിൽ നിന്നാണ്, കൃഷ്ണനിൽ നിന്നാണ് ശിവനും ബ്രഹ്മാവും ഒക്കെ ജനിച്ചിരിക്കുന്നത്. അപ്പം ശിവൻ്റെ ശക്തിയേക്കാളും ശിവൻ്റെ വീര്യത്തെക്കാളും എത്രയോ 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 മുകളിലാണ് ആരുടെ ശക്തിവിശേഷം? ഗുരുവായൂരപ്പൻ്റെ ശക്തിവിശേഷം. ശിവൻ പോലും പല കാര്യങ്ങൾക്കും ഭഗവാനെയാണ് ആശ്രയിക്കുന്നത്. അതുകൂടാതെ ഈ ലോകത്തിൻ്റെ തേജസ്സിന്, ഈ ലോകത്തിൻ്റെ പ്രഭയ്ക്ക് ഭംഗം വരുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ, എന്താണ് തേജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മറ്റൊന്നുമല്ല, അധർമ്മം. ധർമ്മം വർദ്ധിക്കും തോറും ഈ ലോകത്തിന് തേജസ് വർദ്ധിക്കും. അധർമ്മം വർദ്ധിക്കും തോറും ഈ ലോകത്തിൻ്റെ തേജസ് കുറഞ്ഞു വരും. അപ്പോൾ എപ്പോഴാണോ ഈ ഭൂമിയിൽ അധർമ്മം വർദ്ധിക്കുകയും ഭൂമിയുടെ തേജസ് കുറഞ്ഞു വരികയും ചെയ്യുന്നത്, അപ്പോൾ അധർമ്മം കാണിക്കുന്നവരെ ഭഗവാൻ തൻ്റെ വീര്യം കൊണ്ടില്ലാതാക്കും. ഇത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. തേജസ്സിനെ സംഹരിക്കുന്നു, തേജസ്സിനെ സംഹരിക്കുന്നു എന്നുള്ളത് രണ്ട് രീതിയിലാണ് വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്. വിദഗ്ധ പണ്ഡിതന്മാർ അങ്ങനെയാണ് പറയുന്നത്. ഒന്നാമത്തതെന്ന് പറഞ്ഞാൽ രാവണൻ തുടങ്ങിയ മഹാശക്തന്മാരുണ്ട്.
അവര് ലോകത്ത് വന്നിട്ട് അധർമ്മം വിതയ്ക്കും. രാവണനും മറ്റ് അസുരന്മാരും എല്ലാവരും അവർ ഇന്ദ്രന്മാരുടെ പോലും തേജസ്സിനെ അപഹരിക്കും. അപഹരിച്ച് അവരെ ഒന്നുമില്ലാതാക്കും. ഒന്നുമില്ലാതാക്കിയിട്ട് ഇന്ദ്രലോകം തന്നെ ആര് ഭരിക്കും? ഈ അസുരന്മാർ ഭരിക്കും. അപ്പോൾ ഈ ദേവന്മാരെല്ലാവരും കൂടെ ഓടിച്ചെന്ന് ആദ്യം ശിവന്റെ അടുത്ത് പോകും. അപ്പോൾ ശിവൻ പറയും എനിക്ക് പറ്റില്ല, വിഷ്ണുവിൻ്റെ അടുത്ത് പോകാൻ പറയും. അങ്ങനെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ ആ സമയത്ത് അവതാരം കൈക്കൊണ്ട് ഈ രാവണൻ തുടങ്ങിയ അസുരന്മാരെ ഇല്ലാതാക്കും. ഭൂമിയിൽ അധർമ്മം വർദ്ധിപ്പിച്ച് ഭൂമിയുടെ തേജസ്സിനെ ഇല്ലാതാക്കുന്ന അസുരന്മാരെ നശിപ്പിക്കുന്നവനെ ഗുരുവായൂരപ്പ. ഇത് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ഇന്ദ്രൻ, ദേവേന്ദ്രൻ, പിന്നെ നമുക്ക് ഒരുപാട് ദേവന്മാരുണ്ട്. വരുണദേവൻ, അഗ്നിദേവൻ, പിന്നെ ശിവന്, സുബ്രഹ്മണ്യൻ, അങ്ങനെ തുടങ്ങി നിരവധി ദേവന്മാരുണ്ട്. അവർക്കെല്ലാം ഒരു തേജസ്സുണ്ട്. എന്നാൽ ആ ദേവന്മാരിൽ തന്നെ ഏറ്റവും ഉത്തമൻ ശിവനാണ്. അതുകൊണ്ടാണല്ലോ ദേവന്മാരുടെ ദേവനായതുകൊണ്ടാണ് മഹാദേവൻ എന്ന് പറയുന്നത്. പക്ഷേ ആ മഹാദേവന്റെ തേജസ്സിനെ നിഷ്പ്രഭമാക്കുന്ന തേജസ്സാണ് ആർക്കുള്ളത്? ശ്രീകൃഷ്ണനുള്ളത്. അതായത് മഹാദേവന്റെ തേജസ്സിനെ നിഷ്പ്രഭമാക്കുന്ന തേജസ്സാണ് ആർക്കുള്ളത്? ഗുരുവായൂരപ്പനുള്ളത്. കാരണം ഈ പ്രപഞ്ചം നശിക്കുമ്പോൾ ബ്രഹ്മാവ് നശിക്കും, അതോടൊപ്പം തന്നെ ആരും നശിക്കും? ശിവനും നശിക്കും. അതോടൊപ്പം തന്നെയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ അംശമായ മഹാവിഷ്ണുവും. പണ്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് അങ്ങനല്ല, മഹാവിഷ്ണു നശിക്കത്തില്ലെന്ന്. അങ്ങനല്ല, മഹാവിഷ്ണുവും അവശേഷിക്കുന്നത് ശ്രീകൃഷ്ണൻ മാത്രം, ഗുരുവായൂരപ്പൻ മാത്രം. അപ്പോൾ ശിവനും ബ്രഹ്മാവിനും വിഷ്ണുവിനും ശിവനും വരെ നാശമുണ്ട്. നാശമില്ലാത്തത് ഗുരുവായൂരപ്പന് മാത്രമാണ്. അപ്പൊ ശിവന്റെ തേജസ്സിനെ വെല്ലുന്ന തേജസ്. ഇപ്പൊ ശിവന് പോലും മരിച്ച ഒരാളെ ജീവിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഗണപതിയുടെ കഥ. ആക്ച്വലി ഗണപതി അങ്ങ് മരിച്ചു, ഗണപതിയെ ശിവൻ കൊന്നു. വേണമെങ്കിൽ ശിവന് ജീവിപ്പിച്ചൂടെ? ഇല്ല, പറ്റില്ല. അപ്പൊ ആനയുടെ തലവെട്ടി ഇതിനകത്ത് വെച്ചു എന്നൊക്കെ പറഞ്ഞാൽ പുതിയ ഒരു പുത്രനെ ജനിപ്പിച്ചു എന്നാണ്. അത് അപാര സുന്ദരനാണ് ഗണപതി. ആ തത്വം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്നതിൽ ഗണപതിയെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണുമ്പം മനസ്സിലാകും നിങ്ങൾക്ക്. അത് കണക്ക് മാർക്കണ്ഡേയനില്ലേ 16 വയസ്സ് കഴിയുമ്പോൾ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ മരണത്തെ തടയാൻ പറ്റില്ല. പകരം എന്നും കുന്നും നിനക്ക് 16 വയസ്സാകട്ടെ എന്ന് അനുഗ്രഹം കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ഗുരുവായൂരപ്പന് ഈ ദേവന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ ആർക്ക് ചെയ്യാൻ പറ്റും? ഗുരുവായൂരപ്പന് ചെയ്യാൻ പറ്റും. ഗുരുവായൂരപ്പൻ്റെ ലീലകൾക്ക് അവസാനമുണ്ടോ? നമ്മുടെ മീരാഭായിയുടെ കഥ അറിഞ്ഞൂടെ? വിക്രം സിംഗ് മീരയ്ക്ക് വിഷം കൊടുത്തയച്ചു. അപ്പോൾ ഭഗവാനെ ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞു. അത് വിഷമാണെന്നല്ല, അമൃതാണെന്നാ പറഞ്ഞത്. അപ്പം മീരാഭായി അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു കുഴപ്പവുമില്ല എന്ന് മാത്രമല്ല, അമൃത് കഴിച്ചവൻ്റെ അതേ ഫലം സാക്ഷാൽ മീരയ്ക്ക് കിട്ടി. കണ്ടോ? വിഷം കഴിച്ച മീരയ്ക്ക് അതിൻ്റെ ഒരു ലക്ഷണം പോലും അവശേഷിക്കുന്നില്ല. അവിടെയാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. അവിടെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത്. അത്രയ്ക്ക് ലീലകളാടാൻ വേറെ ആർക്കും കഴിയില്ല. മീരയെ കൊല്ലാനായിട്ട് പൂക്കൂടയ്ക്കകത്ത് പാമ്പിനെ വെച്ചു. അപ്പോൾ കൂടെ തുറക്കുന്നതും പാമ്പ് കൊത്തി ചാവണം. അപ്പോൾ പാവം മീര ഒന്നും അറിയാതെ കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ട് ആ കൂട തുറന്ന് കൈയിട്ടപ്പോൾ ആ പാമ്പ് കൃഷ്ണ വിഗ്രഹമായിരിക്കുന്നു. കണ്ടോ? ഇങ്ങനെ ലീലകളാടാൻ ആർക്ക് പറ്റും? നമ്മുടെ ഭഗവാനല്ലാതെ ആർക്ക് പറ്റും? എന്ന് മാത്രമാണോ? മീരയുടെ അടുത്ത് പറഞ്ഞു സ്വയം വെള്ളത്തിലിറങ്ങി മുങ്ങി മരിക്കാൻ പറഞ്ഞു. മീര പറഞ്ഞു ആയിക്കോട്ടെ, കൃഷ്ണ 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 എന്ന് വിളിച്ചുകൊണ്ട് മീര വെള്ളത്തിലേക്ക് ഇറങ്ങി. പക്ഷേ എത്ര ഇറങ്ങിയിട്ടും മീര പൊങ്ങിക്കിടക്കുകയാണ്. ആര് വെള്ളത്തിൻ്റെ അടിയിൽ വന്ന് താങ്ങി? ഭഗവാൻ ശ്രീകൃഷ്ണൻ വെള്ളത്തിൻ്റെ അടിയിൽ വന്ന് താങ്ങി. കണ്ടോ ഭഗവാന്റെ ലീലകൾ? കണ്ടോ? പൂന്താനത്തെ മങ്ങാട്ടച്ഛനായി വന്ന് രക്ഷിച്ചു. ദ്രൗപദിക്ക് ചേല ഇങ്ങനെ വിട്ടുകൊടുക്കുകയല്ലേ? പൂന്താനത്തെ ഉടലോടെ സ്വർഗത്ത് കൊണ്ടുപോയി. വേറെ ആർക്കെങ്കിലും പറ്റുമോ? നമ്മൾ ആരാധിക്കുന്ന ഏതെങ്കിലും ദേവന്മാര് ഏതെങ്കിലും പുരാണത്തിൽ ഒരു മനുഷ്യനെ ഉടലോടെ കൊണ്ടുപോയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
അവിടം കൊണ്ടും തീരുന്നില്ല. ഈ ദേവന്മാരെയൊക്കെക്കാൾ സുപ്രീമാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് സ്ഥാപിക്കുകയാണ് ഭട്ടതിരിപ്പാട്. അപ്പൊ കണ്ടില്ലേ, ദ്രൗപദിക്ക് ചേല കൊടുക്കുന്നു, മീരയ്ക്ക് ഏതാണ് പാമ്പിനെ ഇട്ട് കൊടുത്തപ്പോൾ അത് കൃഷ്ണവിഗ്രഹമാകുന്നു. ഇനി അവിടം കൊണ്ട് അവസാനിച്ചില്ല. ഏറ്റവും വലിയ സംഗതി വരാൻ പോകുന്നതേ ഉള്ളൂ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ. അതായത് രതിലീലയിലൂടെ മോക്ഷം നേടാൻ പറ്റുമെന്ന് പഠിപ്പിച്ച ആദ്യത്തെയും അവസാനത്തെയും ദൈവമാണ് നമ്മുടെ കൃഷ്ണൻ. രതിലീലയിലൂടെ കാമമില്ലാതെ പ്രണയത്തിൻ്റെ തീച്ചൂളയിൽ ഉണ്ടാകുന്ന രതിലീല ശൃംഗാരം, ആ രതിലീലയിലൂടെ കുണ്ഡലിനീ ശക്തി ഉണർത്തും. കുണ്ഡലിനീ ശക്തി ഉണർത്തി അവരെ നിർമ്മലർ രതിലീലയിലൂടെ പരിശുദ്ധരാക്കാൻ പറ്റും. അതുവരെ എല്ലാവരും കരുതിയിരുന്നത് രതിലീല പാപമാണെന്നാണ്, ശൃംഗാരം പാപമാണെന്നാണ്. സ്ത്രീകളെ കാണാതിരിക്കാൻ വേണ്ടിയാണ് മുനിമാര് ഓടി ഹിമാലയത്തിലൊക്കെ പോയിരുന്ന് തപസ്സിരിക്കുന്നത്. സ്ത്രീകൾ ഇതിന് തടസ്സമാണെന്ന്. ആ സമയത്താണ് കൃഷ്ണന്റെ വരവ്. സ്ത്രീകളുടെ ഇടയിൽ കിടക്കുകയാണ്. കൃഷ്ണൻ പറഞ്ഞു, രതിലീലയ്ക്കൊരു കുഴപ്പവുമില്ല, പക്ഷേ വെറും പ്രണയമില്ലാതെ കാമത്തിന് വേണ്ടി മനുഷ്യൻ രതിലീല നടത്തുമ്പോഴാണ് കുഴപ്പം. ദാ നോക്കിക്കൊള്ളൂ, ഞാൻ തെളിയിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ രതിലീലയെ പുണ്യമാക്കി തീർത്ത ഭഗവാൻ വേറെ ആരുണ്ട്? നിങ്ങൾക്ക് പറയാമോ? രതിലീലയെ പുണ്യമാക്കി തീർത്ത ഒരു ഭഗവാന്റെ പേര് നിങ്ങൾക്ക് പറയാമോ? പറയാൻ പറ്റത്തില്ല. അത് ശ്രീകൃഷ്ണൻ മാത്രം. അതുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് ശിവന്റെ തേജസ്സിനെയും, അതായത് ദേവന്മാരിൽ വെച്ച് സുപ്രീം ശിവനാണ്, ആ ശിവന്റെ തേജസ് പോലും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തേജസ്സിന് മുന്നിൽ ഒന്നുമല്ല. അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ കാണിച്ചു തന്നത്. അതിനും അപ്പുറമാണ്. അതുകൊണ്ടാണ് ഭക്തജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ആരെ? ശ്രീകൃഷ്ണനെ. അതുകൊണ്ടല്ലേ കവികൾ മാത്രമല്ല നമ്മളും പറയത്തില്ലേ, ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം, ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം, ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഇനി നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് നമുക്ക് വരാം. ശ്രദ്ധിച്ചു കേട്ടെ. തേജസംഹാരി, തേജസ്സിനെ സംഹരിക്കുന്നവൻ, ഇല്ലാതാക്കുന്നവൻ. വീര്യം, വീര്യം ശക്തി. വിമലമഭി, പരിശുദ്ധമാണെങ്കിലും. യശോ, യശോ കീർത്തിക്ക്, പ്രശസ്തിക്ക്. നിസ്പൃഹൈക്ഷേപ, യാതൊരാഗ്രഹവും ഇല്ലാത്തവരാൽ പോലും. ഗീതം, പ്രകീർത്തിക്കപ്പെടുന്നു, പുകഴ്ത്തപ്പെടുന്നു. വരിയുടെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ വീര്യം പ്രപഞ്ചത്തിലുള്ള സകല തേജസ്സുകളുടെയും, അങ്ങയുടെ വീര്യം പ്രപഞ്ചത്തിലുള്ള സകല തേജസ്സുകളുടെയും ഉറവിടമാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ തേജസ്സുണ്ടോ അത് മുഴുവനും ചേരുന്ന ഒറ്റ തേജസ്സാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അതായത് സൂര്യൻ, അഗ്നി, ഇവരുടെയൊക്കെ തേജസ്സുണ്ടല്ലോ, അതിനെ അതിശയിപ്പിക്കുന്ന തേജസ്സാണ് ഭഗവാന്റേതെന്ന് മാത്രവുമല്ല, ഇവരെയൊക്കെ അതിശയിപ്പിക്കുന്ന തേജസ് കൊണ്ട് സൂര്യനെയും അഗ്നിയെയും എല്ലാം തൻ്റെ വരുതിയിൽ ഭഗവാൻ നിർത്തുന്നു. കാരണം ഭഗവാന്റെ തേജസ് സൂര്യദേവൻ്റെയും അഗ്നിദേവൻ്റെയും ഒക്കെ തേജസ്സിനുമൊക്കെ ഒരുപാട് മുകളിലാണ്. പൊതുവെ നമ്മൾ തേജസ്സിന് ഉദാഹരണം പറയുന്നത് സൂര്യനെയും അഗ്നിയെയുമാണ്. ഭഗവാനെ, അങ്ങയുടെ പരിശുദ്ധമായ കീർത്തി, സാധാരണഗതിയിൽ ആൾക്കാർ ഒരാളെ പുകഴ്ത്തുന്നത് എന്തെങ്കിലും നേടാനാണ്.
പണ്ട് കാലത്തൊക്കെ രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ കവികളുണ്ട്, പുകഴ്ത്തി പാടാൻ വേണ്ടി കവികളുണ്ട്. അവരൊക്കെ ഓരോ ധനപരമായ നേട്ടത്തിന് വേണ്ടിയാണ് രാജാവിനെ പുകഴ്ത്തുന്നത്. എന്നാൽ ഈ ഭൂമിയിൽ യാതൊരു ആഗ്രഹവും ഇല്ലാത്തവരാണ് മുനിമാര്. അവർക്കൊന്നിലും ആഗ്രഹമില്ല, യാതൊന്നിലും ആഗ്രഹമില്ല. ആ മുനിമാര് അങ്ങയെ പുകഴ്ത്തി പാടണമെങ്കിൽ അത് ഹൃദയത്തിൽ തട്ടിയാണ്, അല്ലാതെ വെറുതെ പാടത്തില്ല. മറ്റുള്ളവരൊക്കെ പുകഴ്ത്തുന്നത് എന്തെങ്കിലും നേട്ടമുണ്ടാകാനാണ്. പക്ഷേ ഭഗവാനെ അങ്ങയെ മുനിമാര് വരെ പുകഴ്ത്തുകയാണ്. അപ്പൊ യാതൊരു ആഗ്രഹവും ഇല്ലാത്ത മുനിമാര് വരെ പുകഴ്ത്തുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ആ പരമ്പൊരുളാണ് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത്. ആ ഗുരുവായൂരപ്പന് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറാകുന്നത് ആരോ അവരുടെ മുമ്പിലാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത്. തീവ്രമായിരിക്കണം, തീവ്രം. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം ഏതുപോലെയാണെന്ന്. നമ്മൾ ജയദേവ കവി, ജയദേവ കവിയുടെ ഭാര്യ അങ്ങേയറ്റം പതിവ്രതയാണ്. അവരുടെ പേര് പത്മാവതി എന്നാണ്. അപ്പോൾ ഇക്കാലത്ത് ഉൽക്കൽ ദേശത്തെ രാജാവിൻ്റെ ഇളയ സഹോദരി, അതായത് രാജപത്നിയുടെ ഇളയ സഹോദരി, അവര് സതീ നിയമപ്രകാരം അവരുടെ ഭർത്താവായ രാജാവ് മരിച്ചു. അവരുടെ ഭർത്താവായ രാജാവ് മരിച്ചപ്പോൾ അവരെന്ത് ചെയ്തു എന്നറിയാമോ? ചിതയിൽ ചാടി അവര് ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ആര് വന്നു? ജയദേവ കവിയുടെ പത്നി വന്നു. അപ്പോൾ അവിടെ ആ സമയത്തിരിക്കുന്നവരൊക്കെ ഈ രാജാവിൻ്റെ ഭാര്യ ചെയ്തത് വലിയ കാര്യമാണെന്ന മട്ടിലാണ് സമ്മതിച്ചത്. എന്നാൽ പത്നി വന്നിട്ട് ഒന്നും മിണ്ടിയില്ല. ജയദേവ കവിയുടെ ഭാര്യ വന്നിട്ട് ഒന്നും മിണ്ടിയില്ല. ഇത് രാജ്ഞിക്ക് കുറച്ച് ദേഷ്യം ഉണ്ടാക്കി. കുറേ കഴിഞ്ഞപ്പോൾ രാജ്ഞി ചോദിച്ചു, അല്ല, എൻ്റെ സഹോദരി പാതിവൃത്യം കൊണ്ട് സതി അനുഷ്ഠിച്ചത് അതൊരു വലിയ കാര്യമല്ലേ? അപ്പൊ പത്മാവതി പറഞ്ഞു, അല്ല. അപ്പൊ രാജ്ഞി ഞെട്ടിപ്പോയി. അപ്പൊ രാജ്ഞി ചോദിച്ചു, അതെന്തേ അങ്ങനെ പറഞ്ഞത്? യഥാർത്ഥ പതിവ്രത ഭർത്താവ് മരിച്ചു എന്ന് കേട്ടാൽ ആ സെക്കൻഡ് മരിച്ചിരിക്കും. അല്ലാതെ ഭർത്താവിൻ്റെ കർമ്മമൊക്കെ കഴിഞ്ഞ് ചിത ഒരുക്കുന്നത് വരെ അവർ ജീവിച്ചിരിക്കില്ല. അപ്പൊ രാജ്ഞിക്ക് ഭയങ്കര ദേഷ്യം അങ്ങ് വർദ്ധിച്ചു. ഒരു ദിവസം ജയദേവ കവിയെയും കൂട്ടി രാജാവ് നായാട്ടിന് പോയി. അങ്ങനെ നായാട്ടിന് പോയി കഴിഞ്ഞപ്പോൾ വിശ്വസ്തനായ ഒരു ഭടന ഏർപ്പെടുത്തിയിരുന്നു. അവർ വന്നിട്ട് പറഞ്ഞു, ഒരു മൃഗത്തിൻ്റെ ആക്രമണമേറ്റ് ആര് മരിച്ചുപോയി? ജയദേവൻ മരിച്ചുപോയെന്ന് പറഞ്ഞു. ആ സമയത്ത് ജയദേവൻ്റെ പത്നി അവിടെ ഉണ്ട്. അത് കേട്ടതും അവരപ്പോഴേ മോഹാലസ്യപ്പെട്ട് വീണു, അപ്പോഴേ മരിച്ചു. രാജ്ഞി പരിഭ്രാന്തയായിപ്പോയി. കുറേ കഴിഞ്ഞ് ജയദേവ കവി വന്നു. ജയദേവ കവി തൻ്റെ ഭാര്യയെ നെഞ്ചോട് ചേർത്ത് അഷ്ടപതി പാടാൻ തുടങ്ങി. ആ അഷ്ടപതി പാടാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഭഗവാൻ ഇരിപ്പുറയ്ക്കുന്നില്ല. ഭഗവാൻ വന്നു. ഭഗവാൻ വന്നിട്ട് പത്മാവതിക്ക് എന്ത് കൊടുക്കുകയാണ്? വീണ്ടും പുനർജന്മം കൊടുക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മരിച്ചവരെ ജീവിപ്പിക്കാൻ ശിവന് പോലും കഴിയുന്നില്ല, ശിവഭഗവാന് പോലും പറ്റുന്നില്ല. പക്ഷേ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ മരിച്ചു പോയി കഴിഞ്ഞ പത്മാവതിയെ വീണ്ടും എന്ത് ചെയ്യുകയാണ്? ഉയർത്തി എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഭർത്താവ് മരിച്ചു എന്ന കേട്ട നിമിഷത്തിൽ തന്നെ ഭാര്യയും മരിച്ചു. അതാണ് പാതിവൃത്യം. അതുപോലെ അത്ര തീവ്രമായിട്ട് ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചാൽ ഭഗവാനെ കിട്ടും, സംശയം ഒന്നുമില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ പത്മാവതിയുടെ ഭക്തി? യഥാർത്ഥത്തിൽ ജയദേവനാണിത് എഴുതുന്നത്. പത്മാവതി അതിനനുസരിച്ച് നൃത്തം ചവിട്ടി ഒടുവിൽ എന്ത് സംഭവിച്ചു? പത്മാവതി ദേവിയെ സംബന്ധിച്ചിടത്തോളം ജയദേവനേക്കാൾ ഭക്തിയായി. അപ്പോഴാണ് ഒരു ദിവസം, വളരെ പ്രശസ്തമാണ്, ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, രാധയുടെ തൃപ്പാദങ്ങൾ തൻ്റെ ശിരസിലെടുത്ത് വെച്ചു കൃഷ്ണൻ എന്ന് പറഞ്ഞപ്പോൾ ജയദേവ കവിക്ക് ആശയക്കുഴപ്പം. അങ്ങനെ വരുമോ? കൃഷ്ണൻ രാധയുടെ പാദം എടുത്തു വെക്കുമോ? രാധ കൃഷ്ണൻ്റെ പാദമായിരിക്കും എടുത്തു വെച്ചതെന്നൊരു തോന്നല്. അങ്ങനെ അത് എഴുതാതെ പോയപ്പോൾ നമ്മുടെ ശ്രീകൃഷ്ണൻ, അദ്ദേഹം കുളിക്കാൻ പോയതാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ ജയദേവൻ്റെ രൂപത്തിൽ വന്നു. അപ്പോൾ ഭാര്യ ചോദിച്ചു, എന്തേ? അല്ല, എനിക്കതൊന്ന് തിരുത്താനുണ്ട്. അകത്ത് കയറി എനിക്ക് ആ വരി കിട്ടിയെന്ന് പറഞ്ഞു. ആ വരി തിരുത്തിയിട്ട് നോക്കിയപ്പോൾ കാണാം നമ്മുടെ ശ്രീകൃഷ്ണൻ
ഭഗവാൻ ശ്രീകൃഷ്ണൻ അങ്ങനെ മന്ദം മന്ദം നൃത്തം ചവിട്ടി വരികയാണ്. മനസ്സിലായ? ഇങ്ങനെ നൃത്തം ചവിട്ടി ചവിട്ടി ഇങ്ങനെ വരികയാണ്. അപ്പോൾ പത്മാവതി വിചാരിക്കുകയാണ്, ഇത് എന്തൊരത്ഭുതം, ജയദേവൻ അങ്ങനെ നൃത്തം ചവിട്ടാറില്ലല്ലോ, ഇല്ലേ, ഞാനല്ലേ നൃത്തം ചവിട്ടുന്നത്, ഇന്ന് എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു, ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷം, ആ വരിയും കിട്ടി. പിന്നെ പത്മാവതി നിന്നോടൊത്തിരുന്ന് എനിക്കിന്ന് കുളിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വരി കിട്ടിയ സന്തോഷത്തിൽ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ദൂരെ നിന്ന് വരികയാണ്. അപ്പോൾ പത്മാവതി നോക്കിയപ്പോൾ നൃത്തം ചവിട്ടി വരികയാണ് കൃഷ്ണൻ. എങ്ങനെയാണ് വരുന്നത്? സ്മരകരള ഖണ്ഡനം മമ ശിരസി മണ്ഡനം ദേഹി പദ പല്ലവ മുദാരം. അത്ഭുതപ്പെടുകയാണ് പത്മാവതി നോക്കുകയാണ്. നിങ്ങൾ ആലോചിക്കൂ, സാക്ഷാൽ ശ്രീകൃഷ്ണൻ നൃത്തം ചവിട്ടി വരികയാണ്. സ്മരകരള ഖണ്ഡനം മമ ശിരസി മണ്ഡനം ദേഹി പദ പല്ലവ മുദാരം ദേഹി പദ പല്ലവ മുദാരം ജ്വലതി മൈദാരുണോ മദനകഥനാരുണോ ഹരതു തതുപാഹിത വികാരം സ്മരകരള ഖണ്ഡനം മമ ശിരസി മണ്ഡനം ദേഹി പദ പല്ലവ മുദാരം. കൃഷ്ണൻ വരികയാണ്. ആ കൃഷ്ണൻ നൃത്തം ചവിട്ടി വരുന്നു. എന്നിട്ട് പത്മാവതിയോടൊത്തിരുന്ന് എന്ത് ചെയ്യുന്നു? ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം അനുഗ്രഹിച്ചിട്ട് പോകുന്നു. കണ്ടില്ലേ, ജയദേവ കവിക്ക് ദർശനം കിട്ടിയില്ല. ദർശനം കിട്ടിയത് ആർക്കാണ്? ഭാര്യയ്ക്കാണ് ദർശനം കിട്ടിയത്. അത്ര തീവ്രതയിൽ പിടിക്കണം. പിടിച്ചു കഴിഞ്ഞാൽ കൃഷ്ണനെ കിട്ടും, സംശയമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സകല തേജസ്സിനേക്കാളും തേജസ്സുള്ളവനാണ് ഭഗവാൻ അപ്പുറം ഈ ലോകത്ത് ആരുമില്ല. മരിച്ചവരെ പോലും ജീവിപ്പിക്കാൻ കരുത്തുള്ളവനാണ് ഭഗവാൻ. ആ ഭഗവാന്റെ രാധാറാണിയെ സ്മരിക്കുന്ന ആ കവിത, നൃത്തം ചവിട്ടി ചവിട്ടി പത്മാവതിയുടെ അടുത്ത് വരുന്ന കവിത, അത് നമ്മുടെ അവതരണ ഗാനം പാടിയിട്ടുള്ള പിന്നണി ഗായികയായിട്ടുള്ള രജനി പാടിയത് ഞാൻ മുമ്പിട്ടിട്ടുണ്ട്. ഒരിക്കൽ കൂടി നിങ്ങളത് കേട്ടോളണം. സ്മരകരള ഖണ്ഡനം മമ ശിരസി മണ്ഡനം ദേഹി പദ പല്ലവ മുദാരം. കേട്ടോളൂ, ഗംഭീരമായിട്ട് രജനി പാടുന്നത് കേട്ടോളൂ. സ്മരകരള ഖണ്ഡനം മമ ശിരസി മണ്ഡനം ദേഹി പദ പല്ലവ മുദാരം. സ്മരകരള ഖണ്ഡനം മമ ശിരസി മണ്ഡനം ദേഹി പദ പല്ലവ മുദാരം. ജ്വലതി മൈദാരുണോ മദന കഥനാനലോ ഹരതു തതുപഹിത വികാരം. പ്രിയേ ചാരുശീലേ ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് കിടക്കാം. നോക്കേ, അംഗസംഘ, ശരീരത്തോട് ചേരാനുള്ള താല്പര്യം. അംഗസംഘ സദാ എപ്പോഴും ശ്രീ ലക്ഷ്മീദേവിക്ക് ഭഗവാന്റെ ശരീരത്തോട് ചേരാനുള്ള താല്പര്യം. അഖില വിദസി, സർവവും അറിയുന്നവനാണ്. നക്വാദി, ആ ഭഗവാന് ഒന്നിലുമില്ല. തേ സംഘവർത്ത, ആസക്തിയുടെ അംശം പോലും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ലക്ഷ്മി ദേവി ഉണ്ടല്ലോ, സാക്ഷാൽ ലക്ഷ്മി ദേവിയാണെങ്കിൽ സദാസമയത്തും കൃഷ്ണ അവിടുത്തെ കോമള ഗാത്രത്തിൽ അങ്ങയിൽ ആസക്തയായി കഴിയുകയാണ്. എപ്പോഴും ഭഗവാന്റെ മാറിടത്തെ ആശ്രയിക്കുകയാണ്. കൃഷ്ണ, അങ്ങ് സർവജ്ഞനാണ്, അങ്ങയ്ക്ക് പേരിന് പോലും ആരോടും ആസക്തിയില്ല.
ലക്ഷ്മി ദേവിക്ക് കൃഷ്ണനോടാണ് ആസക്തി, അല്ലാതെ കൃഷ്ണന് ലക്ഷ്മി ദേവിയോടല്ല ആസക്തി. ഈ പ്രപഞ്ചത്തിൽ ഒന്നിനോട് ഒട്ടലില്ലാത്ത ഒരേ ഒരാളേ ഉള്ളൂ, അതാരാണ്? ഭഗവാൻ. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഭഗവാനെ കുറിച്ച് കേൾക്കുന്ന ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് കേൾക്കുന്ന ഏറ്റവും വലിയ ആക്ഷേപം, വൃന്ദാവനം വിട്ടതിൽ പിന്നെ ഭഗവാൻ വൃന്ദാവനത്തെ മറന്നു, ഗോപികമാരെ മറന്നു, രാധയെ മറന്നു. മധുര വിട്ടതിൽ പിന്നെ മധുര മറന്നു. കൃഷ്ണൻ എവിടുന്ന് വിട്ടാലും പിന്നെ അവിടെ തിരിഞ്ഞു നോക്കാറേയില്ല. അതെന്താണ്? അത് ശരിയാണോ? അത് തെറ്റല്ലേ എന്നാണ് നമ്മൾ കൃഷ്ണനെതിരെ കുറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് കവികളൊക്കെ ഇത് വെച്ച് പാട്ട് വരെ എഴുതിക്കളയും. നീ എന്നെ മറന്നോ കണ്ണാ, കാളിന്തി മറന്നോ, കാനനം മറന്നോ, ഈ നദീ തീരത്തെ സ്വപ്നങ്ങൾ മറന്നോ, രാധയെ നീ മറന്നോ കണ്ണാ, രാധയെ നീ മറന്നോ, നീ എന്നെ മറന്നോ കണ്ണാ. കണ്ടോ, കവികൾ പാടുകയാണ്, കണ്ണാ നീ എന്നെ മറന്നോ, നീ എന്നെ മറന്നോ. ഇവിടെ ഒരു കാര്യം ആലോചിക്കുക. ഭഗവാന് ഒന്നിനോടും ആസക്തിയില്ല. വൃന്ദാവനം വിട്ട ഭഗവാൻ വൃന്ദാവനത്തെ മറന്നതും തിരിച്ചു ഗോപികമാരെ കാണാൻ ചെല്ലാത്തതിനുമൊക്കെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ സ്വയം ചിന്തിക്കും, ഓ കൃഷ്ണന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ, ഞാനാണ് വൃന്ദാവനത്തിലെങ്കിലോ, അവിടുന്ന് വിട്ടുകഴിഞ്ഞാൽ എത്ര തവണ ചെന്നേനെ. കാരണം നിങ്ങൾക്ക് ഒട്ടലുണ്ട്, നിങ്ങൾക്ക് ആസക്തിയുണ്ട്. ഭഗവാന് ഒന്നിനോടും ആസക്തിയില്ല. ആസക്തി ഇല്ലാത്തത് കൊണ്ട് ഭഗവാൻ പരമാനന്ദ സ്വരൂപനാണ്. വൃന്ദാവനം വിട്ടു, പിന്നെ വൃന്ദാവനത്തിലേക്കില്ല. അവിടെ ആരുടെ കൂടെയും ആസക്തിയില്ല ഭഗവാന്. കാരണം ഭഗവാൻ അറിയാം, പ്രപഞ്ച രഹസ്യങ്ങൾ മുഴുവനും അറിയാം. നിങ്ങൾക്ക് ആസക്തിയുണ്ട്. ആസക്തി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്നാലും കൃഷ്ണൻ തിരിച്ചു ചെല്ലേണ്ടതല്ലേ, എന്നാലും കൃഷ്ണൻ ആ ഗോപികമാരെ കാണേണ്ടതല്ലേ. ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലയോ പരമ്പൊരുളെ, ഭട്ടതിരിപ്പാട് പറയുകയാണ്, അങ്ങ് ഒന്നിനോടും ഒട്ടലില്ലാത്തവനാണ്, യാതൊന്നിനോടും. വൃന്ദാവനത്തിൽ പോലും പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, പിന്നാണോ ബാക്കിയുള്ള കാര്യം. ഇതാണ് മൂന്നാമത്തെ വരിയിൽ പറയുന്നത്. അപ്പം ലക്ഷ്മി ദേവിക്ക് ഭഗവാനോട് ആസക്തിയുണ്ട്. ആ ആസക്തി കൊണ്ട് ലക്ഷ്മി ദേവി ഭഗവാന്റെ മാറിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണനാകട്ടെ ഈ ലോകത്തൊന്നിനോടും ആസക്തിയില്ല. വൃന്ദാവനത്തിനോട് പോലും ആസക്തിയില്ല, മധുരയോടുമില്ല. പിന്നെ രുക്മിണി മറ്റുള്ളവരുടെ കാര്യം പറയണോ? ഒന്നിനോടും ആസക്തിയില്ല. അതുകൊണ്ടാണ് ഗാന്ധാരിയൊക്കെ വന്ന് നീയും നിന്റെ കുലവും പന്തീരാണ്ട് കഴിയുമ്പോൾ മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് നിന്നത്. നമ്മുടേതായ ഭാഷയെ പറഞ്ഞ താങ്ക് യു, എന്തായാലും ഒരു വട്ടം അവർ പോകേണ്ടതാണ്, അപ്പോൾ പൊയ്ക്കോട്ടെ, സാരമില്ല. കണ്ടില്ലേ, തൻ്റെ കുലം മുടിയുമ്പോൾ പോലും കൃഷ്ണന് യാതൊന്നുമില്ല. അതുകൊണ്ടാണ് ഭഗവാനെ, പരമ്പൊരുളെ, അങ്ങ് പരമാനന്ദ സ്വരൂപരായിരിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ മനുഷ്യർക്ക് ഒട്ടലുള്ളത് കൊണ്ടാണ് ദുഃഖം. ഇത്രയുമാണ് ഭട്ടതിരിപ്പാട് മൂന്നാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നാലാമത്തെ വരിയിലേക്ക് വരാം. നോക്കിക്കൊള്ളൂ. തത്, അങ്ങനെയുള്ള വാതാകാരവാസിൻ ഗുരുവായൂരപ്പ, മുരഹര, മുരൻ എന്ന അസുരനെ നശിപ്പിച്ച് മുരഹരിയായവനെ കൃഷ്ണ, ഭഗവത് ശബ്ദ, ഭഗവാൻ എന്ന ശബ്ദത്തിന് മുഖ്യ ആശ്രയോ അസി, അങ്ങാണ് മുഖ്യ ആശ്രയമായിരിക്കുന്നത്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ നാലാമത്തെ വരി വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ഹിന്ദുക്കളും നിശ്ചയമായും അറിയേണ്ടതാണ്. കാരണം നിങ്ങൾ ആരെ കണ്ടാലും വിളിക്കും ഭഗവാനേ. ഏത് ദൈവത്തെ, അഗ്നിദേവനെ കണ്ടാലും ഭഗവാനേ, ശിവനെ കണ്ടാലും ഭഗവാനേ, സുബ്രഹ്മണ്യനെ കണ്ടാലും ഭഗവാനേ, ആരെ കണ്ടാലും ഭഗവാനേ എന്ന് വിളിക്കും. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പറയുന്നു, ഭഗവാനെ എന്ന വിളിക്ക് അർഹനായിട്ട് ഈ ഭൂമിയിൽ ഒരാളേ ഉള്ളൂ. ആ ആള് ശ്രീകൃഷ്ണനാണ്.
ബാക്കി ആരും ഭഗവാന്മാരല്ല, ദേവന്മാരാണ്. കണ്ടില്ലേ, ബാക്കി ആരും ഭഗവാന്മാരല്ല, ദേവന്മാരാണ്. ആ ദേവന്മാർക്കൊരു ലീഡറുണ്ട്. ദേവന്മാരുടെ ദേവനായതുകൊണ്ടാണ് ശിവനെ വിളിക്കുന്നത് മഹാദേവൻ എന്നാണ്. അപ്പോൾ ബാക്കി എല്ലാവരും ദേവന്മാരാണ്. കൃഷ്ണൻ മാത്രമാണ് ഈശ്വരനും ഭഗവാനും. അപ്പൊ എല്ലാവരെയും കണ്ട് ഭഗവാനേ 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 എന്ന് വിളിക്കും. എന്തിനാ? ആൾ ദൈവങ്ങളെ പോലും പോയി നിങ്ങൾ ഭഗവാനെ എന്ന് വിളിച്ചു കളയും. മണ്ടത്തരം, വിഡ്ഢിത്തരം. ഭഗവാൻ എന്ന വിളിക്ക് ഒരൊറ്റ ആള് മാത്രമേ അർഹമായിട്ടുള്ളൂ. എന്തുകൊണ്ട്? ഭഗവാൻ എന്ന പദത്തിന് സംസ്കൃതത്തിൽ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്: ഭഗോ അസ്തസ്യ ഭഗവാൻ. ഭഗോ അസ്ത്യസ്യ ഭഗവാൻ എന്നാണ് ഈ പദത്തിനെ വിഗ്രഹിക്കുന്നത്. അതായത് ഭഗം ഉള്ളവനാരോ അവൻ മാത്രമാണ് ഭഗവാൻ. നിങ്ങളത് വ്യക്തമായി മനസ്സിലാക്കണം. എൻ്റെ എല്ലാ പ്രേക്ഷകരും മനസ്സിലാക്കണം. ചുമ്മാ ഓരോരുത്തരെയും കാണുമ്പോൾ ഭഗവാനെ ഭഗവാനെ എന്ന് വിളിക്കരുത്. ഭഗമുള്ളവനെ മാത്രമേ ഭഗവാനെ എന്ന് വിളിക്കാവൂ. അപ്പോൾ എന്താണ് ഭഗം? ഭഗം എന്നത് എന്താണെന്ന് നമ്മുടെ വിഷ്ണു പുരാണത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഭഗം? ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസ്ശ്രിയാ ജ്ഞാന വൈരാഗ്യയോ ചൈവ ഷണ്ണാം ഭഗ ഇതീരിണ്വാ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? 1, 6 ഗുണങ്ങൾ ചേരുന്നവൻ മാത്രമാണ് ഭഗവാൻ. ഒന്നാമത്തെ ഗുണം പൂർണ്ണമായ ഐശ്വര്യം. രണ്ടാമത്തെ ഗുണം വീര്യം. മൂന്നാമത്തത് യശസ് അല്ലെങ്കിൽ കീർത്തി ഉണ്ടായിരിക്കണം. 4 ശ്രീ ലക്ഷ്മി ദേവി ഉണ്ടായിരിക്കണം. 5 ജ്ഞാനം, ഈ ലോകത്തുള്ള സർവ്വതിനെയും കുറിച്ച് അറിവുണ്ടായിരിക്കണം. അറിയാൻ വയ്യാത്തതായിട്ടൊന്നും പാടില്ല. 6 വിജ്ഞാനം, വിജ്ഞാനം വൈരാഗ്യം, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഒന്നിനോട് ഒട്ടൽ പാടില്ല. ഇങ്ങനെ 6 ഗുണങ്ങൾക്ക് ഭഗം എന്ന പേര് വിളിക്കും. ഈ 6 ഗുണങ്ങളെയും വിളിക്കുന്ന പേര് ഭഗം. ഭഗം ഉള്ളവനെ ഭഗവാൻ എന്ന് വിളിക്കുന്നു. ഭഗം ഉള്ളവനെയാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം ഒന്നാമത്തെ ഗുണം ഐശ്വര്യമാണ്. ശ്രദ്ധിച്ചു കേട്ടോളണം. ഭഗവാൻ ശിവനെപ്പോലും നിയന്ത്രിക്കണമെങ്കിൽ ഐശ്വര്യത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ആള് ആരായിരിക്കണം? ഭഗവാൻ അല്ലേ? ഒരാൾക്ക് മറ്റേ ആളേക്കാൾ ക്വാളിറ്റി കൂടുതലുണ്ടെങ്കിലല്ലേ താഴെ നിൽക്കുന്ന ആളെ നിയന്ത്രിക്കാൻ പറ്റൂ. അപ്പോൾ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം സർവ ഐശ്വര്യത്തിൻ്റെയും കേന്ദ്രമാണ്. ഇപ്പം ഭഗവാൻ ശ്രീകൃഷ്ണന് തുല്യമായ ഐശ്വര്യം ശങ്കരനുമുണ്ടെങ്കിൽ ശങ്കരനെ നിയന്ത്രിക്കാൻ കൃഷ്ണൻ എങ്ങനെ പറ്റും? കൃഷ്ണനും ശങ്കരനും ഐശ്വര്യത്തിൻ്റെ കാര്യത്തിൽ തുല്യമാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ അവസാനം ആ കൃഷ്ണനും ഇതിനകത്തങ്ങ് മുങ്ങിപ്പോണ്ടേ? അല്ലെങ്കിൽ കൃഷ്ണനും ശങ്കരനും മാത്രം ജീവിച്ചിരിക്കണ്ടേ? അങ്ങനല്ലല്ലോ. ശങ്കരനേക്കാൾ ഐശ്വര്യം കൃഷ്ണൻ ഉള്ളതുകൊണ്ടാണ് പ്രപഞ്ചം അവസാനിക്കുമ്പോൾ ശങ്കരൻ വരെ നശിച്ചിട്ട് കൃഷ്ണൻ നിലനിൽക്കുന്നതെന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അപ്പം ഐശ്വര്യം, ഭഗം എന്നതിന് ഒന്നാമത്തെ ഗുണം ഐശ്വര്യം. അത് കൃഷ്ണനുണ്ട്, മറ്റുള്ളവർക്കില്ല. 2 വീര്യം. രാവണൻ തുടങ്ങിയ അസുരന്മാർ വന്ന് ഇവിടെ ഭൂമിയിൽ വന്ന് അധർമ്മം കാണിക്കുന്നു. അങ്ങനെ അധർമ്മം കാണിക്കുമ്പോൾ അവരുടെ വീര്യത്തെ ഇല്ലാതാക്കാൻ കെൽപ്പുള്ള ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അതാരാണ്? ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണൻ മാത്രമാണ്. സാക്ഷാൽ ശങ്കരന് പോലും അബദ്ധങ്ങൾ പറ്റുമ്പോൾ ഭസ്മാസുരന് വരം കൊടുക്കുമ്പോഴും മറ്റും നിങ്ങൾക്കറിയാം. പിന്നെ ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ശങ്കരന് പോലും വരം കൊടുത്തു കഴിയുമ്പോൾ ആ ശങ്കരനെ തന്നെ വരം കൊടുത്തവൻ ആക്രമിക്കുമ്പോൾ ഒടുവിൽ രക്ഷിക്കാൻ വരുന്നത് ആരാണ്? മഹാവിഷ്ണുവാണ്. അപ്പോൾ സാക്ഷാൽ ശിവനെപ്പോലും പല ആപത്തുകളിൽ നിന്നും പല യുദ്ധങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ഞാൻ ആ തുളസിയുടെ ചാരിത്രസിദ്ധി ശംഖുചൂടനുകൊണ്ട കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഏറ്റുമുട്ടലിലും ഒടുവിൽ എന്താ വരുന്നത്? വിഷ്ണു ഭഗവാനാണ് വരുന്നത് രക്ഷിക്കാനായിട്ട്. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള ഏത് ദേവന്മാരെക്കാട്ടിയും ശങ്കരനെക്കാട്ടിയും വീര്യം കൂടിയവൻ ആരാണ്? ശ്രീകൃഷ്ണൻ. അപ്പം ഐശ്വര്യം കൂടിയത് ശ്രീകൃഷ്ണൻ. മറ്റ് ദേവന്മാരെക്കാൾ വീര്യം കൂടിയത് പിന്നെ ശ്രീകൃഷ്ണൻ. 3 യശസ്. ഭഗവാന്റെ കീർത്തി കളങ്കമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ഓരോരുത്തരെ പുകഴ്ത്തുന്നത് എന്തെങ്കിലും നേടാനാണ്. ഇപ്പം നമ്മൾ നരേന്ദ്രമോദിയെ പുകഴ്ത്തിയാലും കേരള മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നതുമൊക്കെ എന്തെങ്കിലുമൊക്കെ നേടാനാണ്.
പക്ഷെ യാതൊന്നും നേടാൻ ആഗ്രഹമില്ലാത്ത, ഒന്നിനോടും മമതയില്ലാത്ത, ഈവൺ ഒരു വസ്ത്രത്തിനോട് പോലും മമതയില്ല, ഒരു വസ്ത്രത്തിന് പോലും മമതയില്ലാതെ വെറുതെ ഒരു ലെങ്കോട്ടി മാത്രം ഉടുത്തുകൊണ്ട് തപസ് ചെയ്യുന്ന മുനിമാര് ഭഗവാൻ ശ്രീകൃഷ്ണനെ സ്തുതിക്കണമെങ്കിൽ കൃഷ്ണന്റെ യശസ് എന്താണ്? കൃഷ്ണന്റെ യശസ്, കീർത്തി എന്ന് പറയുന്നത് ശുദ്ധമാണ്. അതുകൊണ്ടാണ് ഭഗവാന് കളങ്കമില്ലാത്ത യശസ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കിപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ യശസ് എന്ന് പറഞ്ഞാൽ കളങ്കമുള്ളതാണ്. എന്തുകൊണ്ട്? ഓരോ മനുഷ്യരും അവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്നത്. മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നവരും ആരാണ്? അവരുടെ യശസ്സും കളങ്കമാണ്. കാരണം മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നേടാനാണ്. നാളെ ഈ മന്ത്രിസ്ഥാനം പോയാൽ ഇവരാരും ഇവരെക്കുറിച്ച് മിണ്ടത്തില്ല. പക്ഷേ കൃഷ്ണനെക്കുറിച്ച് ഒന്നും നേടാനില്ലാത്ത മുനിമാര് പുകഴ്ത്തുമ്പോൾ കൃഷ്ണൻ്റെ യശസ് കളങ്കമില്ലാത്തതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനെ മുനിമാര് പുകഴ്ത്തുന്നത് പോലെ വേറെ ഏതെങ്കിലും ഒരു ദൈവത്തെ മുനിമാര് പുകഴ്ത്തുന്നതായിട്ട് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ? ഒരു കാരണവശാലും എന്താണ്? പറ്റില്ല. പിന്നാണ് അടുത്ത ഗുണം 4 ശ്രീ. ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, ലക്ഷ്മി ദേവി. ഈ ലോകത്ത് സുന്ദരമായിട്ട് എന്തെല്ലാമുണ്ട്, ആകർഷകമായിട്ട് എന്തെല്ലാമുണ്ട്, ഈ ലോകത്ത് വിലപ്പെട്ടതായിട്ട് എന്തെല്ലാമുണ്ട്, സമൃദ്ധിയുള്ളതായിട്ട് എന്തെല്ലാമുണ്ട്, അതൊക്കെ മഹാലക്ഷ്മിയുടെ വിഭൂതികളുടെ അംശങ്ങളാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവവിധ ഐശ്വര്യങ്ങളും ഏതാണ്? മഹാലക്ഷ്മിയുടെ വിഭൂതിയുടെ അംശങ്ങളാകുന്നു. ആ മഹാലക്ഷ്മി അഭയം തേടിയിരിക്കുന്നത് കൃഷ്ണന്റെ മാറിലാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ശ്രീ കൂടെയുള്ള ഏക ദൈവം കൃഷ്ണൻ മാത്രമാണ്. മറ്റാരുടെ കൂടെയും ശ്രീ ഇല്ല. അപ്പോൾ ആ ഗുണവും കറക്റ്റായി കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലായ? അടുത്തത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ജ്ഞാനം. 5ാമത്തെ ഗുണം ജ്ഞാനം. ഭഗവാൻ അറിയാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിൽ എന്താണുള്ളത്? അതുകൊണ്ടല്ലേ ഭഗവാനെ ജ്ഞാനസ്വരൂപൻ എന്ന് വിളിക്കുന്നത്. ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം അറിയാവുന്നവനാണ് ആരെന്ന് പറയുന്നത്? ഭഗവാൻ. അപ്പോൾ ഭഗവാനെ പോലെ ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം അറിയുന്നത്. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ പറയുകയാണ്, ഇത് 18 ദിവസം നീണ്ടു നിൽക്കും, ഇത്ര ദിവസം നീണ്ടു നിൽക്കും, ഇന്ന ഇന്ന ആളുകൾ ഇല്ലാതാകും, ഒടുവിൽ യുദ്ധം ആര് ജയിക്കും? ഇന്ന ആള് ജയിക്കും. തൻ്റെ കുലം പോലും മുൻകൂട്ടി ഇല്ലാതാകുന്നത് അദ്ദേഹം കണ്ടിട്ടുണ്ട്. ഒടുവിൽ വേടൻ അമ്പെയ്ത് തൻ്റെ കാലിൽ പതിപ്പിക്കുന്നതും ഈ ലോകം വെടിയുന്നതും വരെ ഭഗവാൻ നേരത്തെ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ സർവജ്ഞനാണ്. ഇനി 6ാമത്തെ ഗുണമാണ് വൈരാഗ്യം. ഒന്നിനോടും ഒട്ടാതെ സ്വതന്ത്രമായി നിൽക്കുന്ന അവസ്ഥയാണ് വൈരാഗ്യം. ഭഗവാന് ആസക്തി ഉണ്ടെന്ന് കേട്ടുകേൾവി പോലുമില്ല ഭഗവാൻ ആസക്തി ഉണ്ടെന്ന്. ഇപ്പോൾ ശിവഭഗവാനൊക്കെ ആണെങ്കിൽ ആസക്തി ഉണ്ട്, പാർവതി ദേവിയുണ്ട്, മക്കളോട് ആസക്തിയുണ്ട്. കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ്റെ മക്കളോട് ആസക്തി ഉണ്ടെന്ന് ആരെങ്കിലും പറയൂ? കൃഷ്ണൻ്റെ ഭാര്യമാരോട് കൃഷ്ണൻ ആസക്തി ഉണ്ടെന്ന് ആരെങ്കിലും പറയൂ? അവർക്ക് പോലും പരിഭവമാണല്ലോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഒന്നിനോടും ഭഗവാൻ എന്തില്ല? ആസക്തി ഇല്ലാത്ത ആളാണ്, വൈരാഗ്യമുള്ള ഒരാളാണ്. അപ്പോൾ ഭഗവാനെ പോലെ വൈരാഗ്യമുള്ളത്, വൃന്ദാവനം വിട്ടിട്ട് വൃന്ദാവനം തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ പിന്നെ രാധാറാണിയോട് പോലും ആസക്തി ഉണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. നമുക്ക് ആസക്തി ഇല്ല. വൃന്ദാവനം വിട്ട് കഴിഞ്ഞിട്ട് കൃഷ്ണൻ വൃന്ദാവനം തിരിഞ്ഞു നോക്കിയില്ല. കണ്ടില്ലേ? രാധാറാണിയെ വിട്ടു, അവിടുന്ന് അങ്ങ് പോയി. മധുര വിട്ടു, അവിടുന്ന് അങ്ങ് പോയി. യഥാർത്ഥത്തിൽ ഒരു സന്യാസി വർത്തമാനത്തിൽ ജീവിക്കുന്ന ആളാണ് കൃഷ്ണൻ. ഒരിക്കലും കഴിഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കില്ല, ഭാവിയെക്കുറിച്ച് ഓർത്ത് ആനന്ദിക്കത്തതുമില്ല, ദുഃഖിക്കത്തതുമില്ല. വർത്തമാനത്തിൽ താൻ വൃന്ദാവനത്തിലെങ്കിൽ വൃന്ദാവനം, മധുരയിലെങ്കിൽ മധുര, എവിടെയാണോ ദ്വാരകയിലെങ്കിൽ ദ്വാരക. ഇങ്ങനെ 6 ഗുണങ്ങളുമുള്ളവനാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഭഗവാൻ എന്ന ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ അർഹനായി നിൽക്കുന്നത് ആരാകുന്നു എന്നാണ് പറയുന്നത്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഭഗവാൻ എന്ന് പറയുന്നതിന് അർഹമായി നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഗുരുവായൂരപ്പൻ 6 ഗുണങ്ങളും ഒത്തുചേർന്ന ഒരേ ഒരാള് ഗുരുവായൂരപ്പനാണ്. ആ ഗുരുവായൂരപ്പനെ കൈകൂപ്പി ഭജിക്കുക. ഇന്നു മുതൽ ഗുരുവായൂരപ്പനല്ലാതെ മറ്റൊരാളെ കയറി ഒരു കാരണവശാലും ഭഗവാൻ എന്ന് വിളിക്കരുത്.
കാരണം 6 ഗുണങ്ങളും തികഞ്ഞാലേ ഭഗവാനാകൂ. അപ്പം 4ാമത്തെ വരിയിൽ ഭട്ടതിരിപ്പാട് പറയുന്നു, ഈ പ്രപഞ്ചത്തിൽ ഭഗവാൻ എന്ന വാക്കിനും ഈശ്വരൻ എന്ന വാക്കിനും ഒരാൾക്കേ അർഹതയുള്ളൂ, അത് ശ്രീകൃഷ്ണനാണ്. അങ്ങനെയുള്ള ശ്രീകൃഷ്ണനാണ് ഗുരുവായൂർ അമ്പലത്തിൽ നിന്നങ്ങ് വിലസുന്നത്. ആ ഗുരുവായൂരപ്പനെ കണ്ട് ആർക്കാണ് കൊതി തീരുന്നത്? അതല്ലേ നമ്മൾ പറയുന്നത് അല്ലേ, കേട്ടിട്ടില്ലേ? തൊഴുതിട്ടും തൊഴുതിട്ടും കൊതി തീരുന്നില്ലല്ലോ ഗുരുവായൂരപ്പ, നിന്നെ തൊഴുതിട്ടും തൊഴുതിട്ടും കൊതി തീരുന്നില്ലല്ലോ ഗുരുവായൂരപ്പ, നിന്നെ തിരുമുമ്പിൽ കൈകൂപ്പും ശിലയായി ഞാൻ മാറിയാൽ അതിലേറെ നിർവൃതിയുണ്ടോ? തൊഴുതിട്ടും തൊഴുതിട്ടും കൊതി തീരുന്നില്ലല്ലോ ഗുരുവായൂരപ്പ, നിന്നെ തൊഴുതിട്ടും തൊഴുതിട്ടും കൊതി തീരുന്നില്ലല്ലോ ഗുരുവായൂരപ്പ. തൊഴുതിട്ടും തൊഴുതിട്ടും കൊതി തീരുന്നില്ലല്ലോ ഗുരുവായൂരപ്പ. എന്നിട്ട് പറയുന്നുണ്ടില്ലേ, തിരുമുമ്പില് തൊഴുതു തൊഴുതു നിന്നങ്ങ് ശിലയായി മാറണേ എന്നാ പറയുന്നത്. എനിക്കും അത്രയേ ഉള്ളൂ പ്രാർത്ഥന. നിങ്ങളുടെ പ്രാർത്ഥന എന്താണെന്ന് അറിയില്ല. ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പ, ഗുരുവായൂർ അമ്പലത്തിൽ വിലസുന്ന ഗുരുവായൂരപ്പ, ആ രൂപം കണ്ടിട്ട് എനിക്ക് തിരിച്ചു വരാൻ വയ്യ, എനിക്ക് തിരിച്ചു വരാൻ വയ്യ. കൊതി തീരെ കൊതി തീരെ കൊതി തീരെ അവിടെ നിന്ന് തൊഴാനും പറ്റുന്നില്ല ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പ. എനിക്കൊരേ ഒരാഗ്രഹമേ ഉള്ളൂ ഗുരുവായൂരപ്പ. എൻ്റെ ഗുരുവായൂരപ്പനെ എത്ര തൊഴുതാലും എനിക്ക് കൊതി തീരില്ല, എത്ര തൊഴുതാലും കൊതി തീരില്ല. അവിടെയുള്ള ഭാരവാഹികൾ വന്ന് നീ ജന്മം മൊത്തം നിന്ന് തൊഴുതോ എന്ന് പറഞ്ഞാലും എത്ര ജന്മം തൊഴുതാലും എനിക്ക് കൊതി തീരില്ല. ഭഗവാനെ ഭഗവാനെ, അവിടുത്തെ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ജീവൻ എടുക്കാൻ അനുഗ്രഹിക്കണേ ഗുരുവായൂരപ്പ. അങ്ങയെ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ജീവൻ എടുക്കാൻ അനുഗ്രഹിക്കണേ കൃഷ്ണ. അവിടുത്തെ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ജീവൻ എടുക്കണേ കൃഷ്ണ. കൃഷ്ണ, കൊതി തീരാതെ ആ ഗുരുവായൂർ അമ്പലത്തിലെ വിഗ്രഹം കണ്ട് തൊഴുതു നിൽക്കുമ്പോൾ എൻ്റെ ജീവൻ എടുക്കണേ ഭഗവാനേ, ഭഗവാനേ കൃഷ്ണ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹാ.